നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിരൽ അമർത്തിയുള്ള വോട്ടിംഗും ഒന്നാം തരം തട്ടിപ്പോ? വോട്ടിംഗിൽ വൻ കൃത്രിമം നടത്തുന്ന ആസൂത്രിത നീക്കം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ? ദേശീയ തിരഞ്ഞെടുപ്പിന് 5 മാസം ബാക്കി നിൽക്കെ ഇന്ത്യ ഒട്ടാകെ ആ ചോദ്യം ഉയരുകയാണ്. മേയിലും ജൂണിലുമായി ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ജനവിധി അട്ടിമറിക്കപ്പെടുമോ എന്നതിലാണ് വിമർശനം ഉയരുന്നത്. ഭരണത്തിലെത്തുക ഇന്ത്യ മുന്നണിയോ അതോ BJP മുന്നണിയോ എന്നറിയാനുള്ള തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ദേശീയ തലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. യന്ത്രത്തിലെ VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണണമെന്ന് ഇന്ത്യ മുന്നണി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. വോട്ട് ചെയ്തതിനു ശേഷം കാണുന്ന VVPAT സ്ലിപ്പ് നിലവിൽ അതേ പെട്ടിയിലേക്ക് വീഴുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇത് മാറ്റി VVPAT സ്ലിപ്പ് വോട്ടറുടെ കൈവശം ലഭിക്കുകയും തുടർന്നത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം പ്രത്യേകം പെട്ടിയിൽ നിക്ഷേപിക്കാനും സാധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനവും വിശ്വാസ്യതയും ചോദ്യം ചെയ്ത് വിശദമായ നിവേദനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരുന്നു. മുൻപ് മധ്യപ്രദേശിൽ നിന്ന് പ്രചരിച്ച ഒരു വീഡിയോയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ BJPയുടെയോ കോൺഗ്രസിന്റെയോ BSPയുടെയോ നേരെയുള്ള ബട്ടൺ അമർത്തിയാൽ BJPയുടെ ചിഹ്നത്തിന് മാത്രം വോട്ട് വീഴുന്ന സംഭവം ഏറെ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. മധ്യപ്രദേശിലെ ഭിന്ദ് ജില്ലയിലുള്ള ആദറിൽ ഉപതെരഞ്ഞെടുപ്പിനെത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രവർത്തനയോഗ്യമാണോ എന്നറിയാനുള്ള പരിശോധനയിലാണ് ഏത് ചിഹ്നം അമർത്തിയാലും താമര ചിഹ്നത്തിൽ വോട്ട് വീഴുന്ന സംഭവം കണ്ടെത്തിയത്. പിന്നീട് ഉത്തർപ്രദേശിലും യന്ത്ര തട്ടിപ്പ് നടന്നുവെന്ന് മായാവതിയും ഉത്തരാഖണ്ഡിൽ തട്ടിപ്പുണ്ടായെന്ന് ഹരീഷ് റാവത്തും പഞ്ചാബിൽ സംഭവിച്ചുവെന്ന് കേജ്രിവാളും ആരോപണം ഉയർത്തിയിരുന്നു. രാജ്യത്തെ വോട്ടിംഗ് യന്ത്രങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും യന്ത്രത്തിലെ രേഖകൾ മായ്ച്ചു കളയുക അടുത്ത തിരഞ്ഞെടുപ്പ് വേളയിലായിരിക്കും. യന്ത്രങ്ങളിൽ കേടുവരുത്തുന്നതായും അതല്ല കേടുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായും വ്യാപക ആക്ഷേപങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 3 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും വിവിധ സംസ്ഥാനങ്ങളിലെ 107 തിരഞ്ഞെടുപ്പുകളും വിവാദമില്ലാതെ കടന്നുപോയതാണെന്നും യന്ത്രങ്ങളിൽ തട്ടിപ്പ് സാധിക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പരീക്ഷിച്ചത് 1982 കേരളത്തിലെ വടക്കൻ പറവൂരിലെ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. 1999 മുതലുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഈ യന്ത്രം ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ലോകരാഷ്ട്രങ്ങളിൽ പലതും ഇന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിമുഖത കാട്ടുകയാണെന്നും സാങ്കേതികമായി ഏറെ മുന്നിലുള്ള അമേരിക്ക പോലും കടലാസ് ബാലറ്റാണ് ഉപയോഗിക്കുന്നതെന്നും വിമർശകർ വ്യക്തമാക്കുന്നു. ഏറെ കാലപ്പഴക്കം ചെന്ന യന്ത്രങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്ന വിമർശനവും ഉണ്ട്. അതേസമയം ഇന്ത്യയിലെ 100 കോടിയോളം വരുന്ന വോട്ടർമാരുടെ കടലാസ് ബാലറ്റുകൾ എണ്ണി തീർക്കുക ഒരിക്കലും പ്രായോഗികമല്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതേസമയം വോട്ടിംഗ് ശതമാനത്തിലെ നേരിയ വ്യതിയാനത്തിലും സീറ്റുകളുടെ എണ്ണത്തിൽ വിവിധ വ്യത്യാസം വരുന്ന സാഹചര്യത്തിലുമാണ് പരക്കെ സംശയിക്കപ്പെടുന്നത്. 2006 വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമത്വത്തിന് വിധേയമാക്കാമെന്ന തെളിവ് സഹിതം ഒരു ഡച്ച് TV ചാനൽ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് നെതർലാൻഡ്സിൽ യന്ത്രങ്ങൾ പിൻവലിച്ച് തിരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പറിലാക്കിയിരുന്നു. 2010 ഇന്ത്യൻ യന്ത്രങ്ങളെപ്പറ്റി ഗവേഷണം നടത്തിയ ഗവേഷകർ മുൻകൂട്ടി ലഭ്യമാക്കിയാൽ യന്ത്രങ്ങളിൽ മാറ്റം വരുത്താനാകുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. മൊബൈൽ ഫോൺ സിഗ്നലുകൾ യന്ത്രങ്ങളുമായി ബന്ധിപ്പിച്ചാൽ കൃത്രിമത്വം ദൂരെ ഇരുന്ന് സാധ്യമാകുമെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഹരിയാന, ബീഹാർ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മുൻപ് സ്വകാര്യ വാഹനങ്ങളിൽ കടത്തുകയായിരുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രതിപക്ഷ കക്ഷി പ്രവർത്തകർ പിടികൂടിയ സംഭവമുണ്ടായി. UPയിലെ തന്നെ ദൊമാരിയാഗഞ്ചിൽ ഒരു മിനി ലോറി നിറയെ വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമവും നടന്നു. വാരണാസിക്ക് സമീപം ചന്ദൌളി മണ്ഡലത്തിലും ഝാൻസിയിലും വോട്ടിംഗ് യന്ത്രങ്ങളും VVPATകളും കാറുകളിലേക്ക് മാറ്റുന്നതിന്റെയും വോട്ടെണ്ണൽ കേന്ദ്രമെന്ന് തോന്നിപ്പിക്കുന്ന മുറിക്കുള്ളിൽ കൊണ്ടുവെക്കുന്നതിന്റെയും മൊബൈൽ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. 15 വർഷം വരെയാണ് യന്ത്രങ്ങളുടെ കാലാവധിയെങ്കിലും അതിനേക്കാൾ പഴക്കമുള്ള യന്ത്രങ്ങൾ ഇന്ത്യയിൽ ഉപയോഗത്തിലുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പുതിയ യന്ത്രങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാങ്ങിയിട്ടില്ലെന്നതും വിമർശനത്തിന് ഇടയാക്കുന്നു. സാങ്കേതിക ജ്ഞാനവും സമയവും ഏറെ വേണമെന്നതിനാൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേട് വരുത്താനാവില്ലെന്നാണ് മുൻപ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട കേസിൽ
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ തെളിവ് സഹിതം വിശദീകരണം നടത്തിയത്. വോട്ടിംഗ് കുറ്റമറ്റതാക്കാൻ ആരുടെ പേരിലാണ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയാനുള്ള വോട്ടറുടെ അവകാശം സംരക്ഷിക്കപ്പെട്ടേ തീരൂ. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ എത്തിയ അപ്പീലുകളെ തുടർന്ന് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർക്ക് അത് യന്ത്രത്തിൽ കാണാനുള്ള അവസരം ലഭ്യമാക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്.